നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന സിനിമയുടെ പേര് ലുബർ പന്ത് എന്നാണ്. ഒരു തമിഴ് സിനിമയാണത്. ഇത് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു സിനിമ ആക്ച്വലി കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് ബ്ലൂ സ്റ്റാർ എന്നാണ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ട് സിനിമയും ഞാൻ കണ്ടത് ട്രാവൽ ചെയ്ത് കോയമ്പത്തൂരിലെ ബ്രോഡ്വേ സിനിമാസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സിലാണ്. അതായത് ഞാനിപ്പോൾ ലുബർ പന്ത് കാണാൻ പോയതല്ല, ശരിക്കും ഞാൻ വെനം 3 കാണാൻ പോയതാണ്. വെനം 3 കാണാൻ പോയപ്പോൾ അതിൻ്റെ ഷോ ടൈം കുറച്ച് സമയം കഴിഞ്ഞിട്ടായതുകൊണ്ട് സമയം കളയാൻ വേണ്ടിയാണ് ഞാൻ ലുബർ പന്ത് കാണാൻ പോയത്. ലുബർ പന്ത് ഞാൻ കൊച്ചിയിൽ വെച്ച് കാണാൻ നോക്കിയപ്പോൾ ഞാൻ കാണാൻ പ്ലാൻ ചെയ്ത സമയത്ത് ആ ഷോസ് എല്ലാം റിമൂവ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സിനിമ കാണാൻ ഞാൻ ഡിസർവിങ് ആണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് വേറൊരു ചാൻസ് കിട്ടിയതുപോലെയായിരുന്നു ലുബർ പന്ത് ബ്രോഡ്വേ സിനിമാസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2K 7.1 സ്ക്രീനിൽ നിന്ന് കാണുന്നതിന് പകരം അവിടുത്തെ 4K ലേസർ അറ്റ്മോസ് സ്ക്രീനിൽ നിന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റിയ സിനിമ. ദാറ്റ് മൂവി ഈസ് വർത്ത് ഇറ്റ്. അതായത് അതിന് വർത്തായിട്ടുള്ളൊരു സിനിമയാണത്. പിന്നെ മാത്രമല്ല ഈ ബ്ലൂ സ്റ്റാർ എന്ന സിനിമയെ കുറിച്ച് ഞാൻ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാർ ഞാൻ ഇതുപോലെ ബ്രോഡ്വേ സിനിമാസാണ്. ഇതുപോലെ വേറൊരു സിനിമ ഐമാക്സിൽ കാണാൻ പോയ സമയത്ത് സമയം കളയാൻ വേണ്ടി കാണാൻ പ്ലാൻ ചെയ്തൊരു സിനിമ ക്യാൻസലായിപ്പോയി. അപ്പോൾ ക്യാൻസൽ ചെയ്തല്ല, അവർ എന്നോട് പറഞ്ഞു ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന്. തമിഴ്സിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചിലപ്പോൾ മാഫിയ ചാപ്റ്റർ 1 അതോ ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അപ്പോൾ അവരെനിക്ക് റീഫണ്ട് ഓഫർ ചെയ്തു. ഞാൻ റീഫണ്ട് എടുത്തില്ല. പകരം ഞാൻ പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണ്ട, നിങ്ങൾ അടുത്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മാനേജറാണ് പറഞ്ഞത് ക്രിക്കറ്റ് ഇഷ്ടമാണെങ്കിൽ ബ്ലൂ സ്റ്റാർ എന്ന സിനിമയുണ്ട്, വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല സിനിമയാണെന്ന് പുള്ളി പറഞ്ഞു. അന്ന് പുള്ളിയുടെ സജഷനിൽ ഞാൻ കയറിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് ബ്ലൂ സ്റ്റാർ. ടോട്ടലി എൻജോയ് ചെയ്തു. ഞാൻ ക്രിക്കറ്റ് സിനിമകളിൽ ഭയങ്കര ഫാനാണ്. എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പോൾ രക്ഷാദേറി ബൈജു ക്രിക്കറ്റിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ സംസാരിക്കുന്ന മലയാള സിനിമയാണ്, അതെനിക്ക് ഇഷ്ടമാണ്. സോ ഓഫ് കോഴ്സ് എനിക്ക് ലുബർ പന്ത് ഭയങ്കര ഇഷ്ടമായി. ലുബർ പന്തും ബ്ലൂ സ്റ്റാർ തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ക്രിക്കറ്റിൻ്റെ ബേസാണ്, ചെറുതായിട്ട് ജാതി പൊളിറ്റിക്സ്, കളർ പൊളിറ്റിക്സ് സംസാരിക്കുന്ന. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിന് മ്യൂസിക് ചെയ്തിരിക്കുന്ന റോൾഡൻ എന്ന് പറഞ്ഞ പുള്ളി തന്നെയാണ് ബ്ലൂ സ്റ്റാറിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ രണ്ട് സെയിം സിനിമയല്ല, അതിനേത് വ്യത്യാസമുണ്ട്. പറയുവാണെങ്കിൽ ബ്ലൂ സ്റ്റാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് സിനിമയാണ് ലുബർ പന്ത് എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിനകത്തുള്ള ഈഗോ ക്ലാഷ് ഭയങ്കര അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫിൽ. മറ്റേതിൻ്റെ ഈഗോ ക്ലാഷ് ഇതുപോലെ അല്ല, ഭയങ്കര വ്യത്യസ്തമാണ്. പിന്നെ അതിൽ പൊളിറ്റിക്സ് കുറച്ചും കൂടി ഓപ്പൺലി സംസാരിക്കുന്ന സിനിമയാണ്. ഇത് ഓപ്പൺലി സംസാരിക്കുന്നതല്ല, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. സ്റ്റിൽ അവർ പറയാവുന്ന പോയിൻ്റ് അവർ പുറത്തോട്ട് പറയുന്നുണ്ട്. സോ ആ ഡിഫറൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ബ്ലൂ സ്റ്റാർ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണണം, ലുബർ പന്ത് കണ്ടിട്ടില്ലെങ്കിൽ അതും കാണണം. ലുബർ പന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പന്ത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്റ്റമ്പർ പോലത്തെ ബോളില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ കഥ സിമ്പിളാണ്. ഒരു കൊച്ചുണ്ട്, പുള്ളിയുടെ വില്ലേജിലുള്ള ഒരു ക്രിക്കറ്റ് ടീമിൽ തന്നെ കളിക്കുന്നതാണ്. അതുകൊണ്ട് പുള്ളി ക്രിക്കറ്ററാവുന്നു. അവനെ പണ്ട് ചേർക്കുന്നില്ല, ഒബ്വിയസ്ലി ദേ ആർ ഫ്രം അതർ കാസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഇവർ അപ്പോൾ ആ സമയത്ത് ഒരു ചാമ്പ്യൻ ക്രിക്കറ്റർ ഉണ്ടാകുന്നുണ്ട്, അവരുടെ ലോക്കലി കളിക്കുന്ന ഒരു പുള്ളി വേറെ ടീമിൽ കളിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവൻ വലുതായിട്ട് ക്രിക്കറ്ററാവുന്നു, പക്ഷേ മറ്റേ പുള്ളി ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ആൻഡ് ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ്, അതിൻ്റെ ഒപ്പം എന്തൊക്കെ അതിൻ്റെ ചുറ്റും എന്ത് സംഭവിക്കുന്നു, ഇവർ തമ്മിൽ ഇഷ്ടങ്ങളും ഇവരുടെ പ്രേമവും, അതിനിടയ്ക്ക് ഇവരുടെ പ്രേമം കാരണം ഉണ്ടാകുന്ന ലോസും, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെറിഫിക് മൂവിയാണ് ലുബർ പന്ത്. ഇതിലും അറിയാൻ നന്നായിട്ട് എനിക്ക് സിനോപ്സിസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ഇവിടെയും പറഞ്ഞ് ഞാൻ ഫുൾ സ്പോയിൽഡായിപ്പോൾ, അതുകൊണ്ടാണ് ട്രൈ ചെയ്യുന്നത് മാക്സിമം കഥ പറയാതിരിക്കാൻ. അപ്പോൾ എന്തായാലും ഈ സിനിമയിൽ അടിപൊളിയാണ് ഹീറോയായിട്ട് അഭിനയിച്ചവനും. പിന്നെ ആട്ടക്കത്തി ദിനേശ് പുള്ളിക്കാരനും സൂപ്പറാണ് ഈ പടത്തിനകത്ത്. ഇവർ രണ്ടിൻ്റെ പെർഫോമൻസ് കൊണ്ടും ഈ സിനിമ ഭയങ്കര. അതുപോലെ തന്നെ മലയാളത്തിലെ ശ്വാസിക ഈ സിനിമയ്ക്കകത്താണ് നമ്മുടെ പുള്ളിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരത്തിയും കിടിലിനാണ്. പുള്ളിക്കാരത്തി മോളായിട്ട് അഭിനയിച്ച പുള്ളിക്കാരത്തിയും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി സിനിമയുടെ പെർഫോമൻസ് നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മുടെ മിന്നൽ മുരളിന്ന് നമ്മുടെ ഗോവയിലുണ്ടായിരുന്ന തമിഴ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, അവൻ ഈ സിനിമയ്ക്കകത്ത് അവനും ആക്ച്വലി അടിപൊളിയാണ്. ആക്ച്വലി ഈ സിനിമയിൽ എല്ലാവരും അടിപൊളിയാണ് എടുത്ത് പറയുമ്പോൾ. ഇതിൻ്റെ വർക്ക് അടിപൊളിയാണ്. ആക്ച്വലി കണ്ടിരിക്കാൻ നമുക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ക്രിക്കറ്റ് മാച്ച് വരുമ്പോഴും ലോക്കൽ ക്രിക്കറ്റ് മാച്ചസ് നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കിടിലാണ്. എല്ലാ രീതിയിലും അടിപൊളി സിനിമയാണ്. അതിലെ ഡയലോഗ്സ് അടിപൊളിയാണ്. എനിക്ക് ചില സീനുകൾ ഇഷ്ടമാണ്. അതായത് ഓപ്പൺലി പൊളിറ്റിക്സ് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിനകത്ത് അണ്ണൻ പോലെ, അല്ലെങ്കിൽ ഇവൻ നിങ്ങൾക്ക് അണ്ണനെ പോലെയാണ്, പക്ഷെ മറ്റവൻ നിങ്ങൾക്ക് അണ്ണനാണ്, അതിൻ്റെ റീസൺ ഇതാണ്, അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സംസാരിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ സെഗ്മെൻ്റ് ഉണ്ട്. ആ സെഗ്മെൻറ്റ് പോലും എന്ത് നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺലി അത് പറയുന്നില്ല, പക്ഷെ പറയാവുന്ന പോയിൻ്റ് അവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്തിച്ചു തരുന്നുമുണ്ട്. അതുപോലെ ഒരുപാട് സീനുകളുള്ള അടിപൊളി ക്രിക്കറ്റ് സീക്വൻസുകളുള്ള നമുക്ക് ത്രില്ല് തരുന്ന സീക്വൻസുള്ള ഒരു അടിപൊളി സിനിമയാണ് ലുബർ പന്ത്. സത്യം പറഞ്ഞാൽ നമ്മളിവിടുത്തെ തിയേറ്ററിൽ വേണ്ട പോലെ ഓടിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇനിയിപ്പോൾ OTT എന്തായാലും ഇറങ്ങും ഇപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് സിനിമ. കാരണം അതുപോലെ സിനിമയാണ്. സത്യം തിയേറ്ററിൽ നല്ല കംപ്ലീറ്റ് ഓഡിയൻസോടുകൂടി കൈയടിച്ച് കണ്ടിട്ട് സിനിമ തന്നെയായിരുന്നു അത്.
ഞങ്ങളുടെ ഷോയ്ക്ക് ചിലപ്പോൾ ഒരു 10-12 പേരുണ്ടാവുമായിരിക്കും, കാരണം അത്രയും റണ്ണ് കഴിഞ്ഞ സിനിമയാണത്. ബട്ട് സ്റ്റിൽ ഞാൻ ടോട്ടലി എൻജോയ് ചെയ്തു, ഭയങ്കര ഇഷ്ടമായി. ക്ലൈമാക്സ് വരെ അടിപൊളിയാണ് സിനിമ. ഞാൻ ഈ സിനിമ വിചാരിച്ച പോലെ ഒന്നുമല്ല, ചിലപ്പോൾ ഈ ഒരു പ്രഡിക്റ്റബിൾ സിനിമയാണെങ്കിൽ പോലും ഞാൻ വിചാരിച്ച പോലെയല്ല സിനിമയുടെ കഥ പോയിരുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഞാൻ പറയുന്ന യങ് ആയിട്ടുള്ള ഇവൻ്റെയും നേരത്തെ മുതൽ കളിച്ച് കിടക്കുന്ന മറ്റേ പുള്ളിയുടെ ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കും എൻ്റെ സിനിമ തോന്നുന്ന സമയത്ത് ഇതിൻ്റെ ഇൻ്റർമിഷനിൽ ഒരു സംഭവമുണ്ട്. ഇവരുടെ ഈഗോ ക്ലാഷ് കാരണം ഇവരുടെ ഒരാളുടെ ഭാര്യ ഒരാളുടെ ലവർ ഇവരെ ഇട്ടിട്ട് പോകും. നിങ്ങളിനി ക്രിക്കറ്റ് കളിയാണോ ഞങ്ങളാണ് പ്രധാനം എന്ന രീതിയിൽ ആ ഒരു ഇൻ്റർമിഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഇല്ല. ഞാൻ വിചാരിച്ചു ഇവരുടെ ഈഗോ ക്ലാഷ് ആയിരിക്കും എൻ്റെ സിനിമ എന്നാണ്. അവിടെ നിന്ന് അതൊരു ട്വിസ്റ്റായിരുന്നു. പിന്നെ അത് വേറെ രീതിയിൽ കഥ പോയി. പിന്നെ എൻ്റെ ഒബിയസ്ലി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ പടം എത്തി അവസാനിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ. സ്റ്റിൽ ഇതൊന്നും ഈ പറയുന്ന പ്രഡിക്റ്റബിലിറ്റി സെക്കൻഡ് ഹാഫിൽ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഇവരുടെ പെർഫോമൻസും ഈ സിനിമയുടെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റും ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി സിനിമ. നിങ്ങളും അത് OTT വരുമ്പോൾ നിങ്ങളും കാണുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ഞാൻ കമൻറ്റ് ചെയ്ത് നോക്കും, അറിയാൻ വേണ്ടിയാണ് എല്ലാവരുടെ അഭിപ്രായം. എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നത്. നമുക്കിനി അടുത്ത റിവ്യൂവിൽ കാണാം. ബൈ ബൈ.